നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 18-ാം തീയതി, 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി ബുധനാഴ്ച. പൂരാടം നക്ഷത്രം 42 നാഴിക 12 വിനാഴികയുള്ള ഇന്ന്, അതായത് രാത്രി 11 മണി 10 മിനിറ്റ് വരെ ഇന്ന് പൂരാടം നക്ഷത്രമാണ്. വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയാണ് ഇന്നത്തെ ദിവസം. പൊതുവിലെ വെളുത്ത പക്ഷത്തിലേക്ക് വരുന്ന തിഥികൾ ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്ന് ഏകാദശി തിഥിയും പൂരാട നക്ഷത്രവും ബുധനാഴ്ചയും കൂടെ ചേരുന്ന ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാണ്. അല്ലെങ്കിലും ഓണമായതുകൊണ്ട് പൊതുവിൽ നമുക്ക് നല്ല ദിവസങ്ങളാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധനുമാസത്തിലെ ധനുരാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. മനുഷ്യഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണ്. കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വേണ്ടുന്ന വിധത്തിൽ വിനിയോഗിക്കാനും വ്യക്തികളോടും സമൂഹത്തോടും സുഹൃത്തുക്കളോടും താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടും ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിനോടുമൊക്കെ ആത്മാർത്ഥതയും സ്നേഹവും സൗഹൃദവും ഉള്ള നല്ല നക്ഷത്രമായിട്ടാണ് പൂരാടത്തെ പറയുക. സൗഹൃദഭാവേന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും എന്നാൽ ഗാംഭീര്യമുള്ള വിഷയങ്ങളിൽ അതിൻ്റേതായ ഗൗരവത്തോടുകൂടി തന്നെ ഇടപെടുകയും വ്യക്തികളോടും മാത്രമല്ല താൻ ചെയ്യുന്നതായ തൊഴിലിനോടും ആത്മാർത്ഥത കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. ഹാസ്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യവും എല്ലാ വിഷയത്തിനോടും ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പൂരാട നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജനനകാലം ശുക്രദശയിലാണ്. ശുക്രൻ്റെ ദശാകാലത്തിലെ ജനനകാലം പ്രധാനമായിട്ടും കൂടുതൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യും. ശേഷം വരുന്നത് ആദിത്യ ദശാകാലമാണ്. രോഗാരിഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ആദിത്യ ദശ. തുടർന്ന് ചന്ദ്രദശ, അത് വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ നല്ല ഫലങ്ങളായിട്ടും തിരിച്ചാണെങ്കിൽ ആരോഗ്യപരമായിട്ടും പഠനകാര്യങ്ങളിലുമൊക്കെ വിപരീത ഫലങ്ങൾ ചെയ്യാനുള്ളതായ സാധ്യതയുണ്ട്. തുടർന്ന് ചൊവ്വാദശ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയും സുഹൃത്തുക്കൾ നിമിത്തമായിട്ട് പല വിധത്തിലുള്ള ആപത്തുകളിലും ചതികളിലും ഒക്കെ ചെന്ന് പെട്ടുപോകാനും സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. അങ്ങനെ പെട്ടുപോയാൽ അവർ ലഹരികൾക്ക് അടിമയാകുകയോ അല്ലെങ്കിൽ ലഹരി കാര്യങ്ങളോട് കൂടുതൽ താല്പര്യങ്ങൾ തോന്നുകയോ സമൂഹത്തിലും മറ്റു വ്യക്തികളുമായിട്ട് മോശപ്പെട്ട സൗഹൃദങ്ങൾക്ക് കാരണങ്ങളായി മാറുകയോ ചെയ്യാം. അതുകൊണ്ട് ആ ഒരു കാലഘട്ടം അവർ ശ്രദ്ധിച്ചാൽ പിന്നീട് വരും കാലങ്ങളിൽ രാഹുവിൻ്റെ ദശാകാലം, രാഹു ദശാസന്ധിയൊക്കെ കുറച്ച് ദോഷങ്ങൾ ചെയ്യുന്നതാണെങ്കിലും തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ നേട്ടങ്ങളും നേതൃത്വസ്ഥിതിയും എല്ലാ വിധത്തിലും നല്ലതായ ജീവിതാനുഭവങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും സമൂഹത്തിൽ മാന്യമായ സ്ഥാനങ്ങൾ ലഭിക്കുകയും സന്തോഷാനുഭവങ്ങളോടുകൂടി ജീവിക്കുകയും ചെയ്യും. ഏത് സാഹചര്യത്തെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ളതായ ഒരു മനസ്ഥിതി ഉണ്ടാകുകയും ചെയ്യുന്ന നക്ഷത്രമാണ്. ഈ സമയത്ത് ഈ മാസത്തെങ്കിലും ഇപ്പോഴുള്ള നടക്കുന്നതായ സമയങ്ങളിലും ഈ നക്ഷത്രത്തിന് കണ്ടകശനി എന്ന ദോഷം നിലനിൽക്കുന്ന ഒരു നക്ഷത്രസ്ഥിതിയാണ്. എന്നാൽ 7ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ കണ്ടകശനി വേണ്ടത്ര ദോഷം ചെയ്യത്തില്ല എന്ന് കരുതാം. എങ്കിലും ശനിദോഷ ശാന്തിക്ക് വേണ്ടിയിട്ട് ശാസ്താവിനെയും ശിവനെയും പ്രാർത്ഥിക്കുക, ഹരദേവതകളെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.